ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുവാതിര ദിവസത്തെ വ്ളോഗാണ്. തിരുവാതിര ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് അതിന് ശേഷം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുളിച്ചാലെന്നൊക്കെ അപ്പോൾ ആലോചിക്കും, പിന്നെ രാവിലെ എണീക്കുമ്പോൾ മടിയാവും കേട്ടോ. 2 ദിവസം മുന്നേ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ വരുമ്പോൾ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ നട്ടിട്ടുണ്ട്. അതിനൊക്കെ വെള്ളം ഒഴിക്കണമല്ലോ, അതാട്ടോ രാവിലെ തന്നെ ഇറങ്ങിയത്. ഇന്നലെ പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആയിരുന്നു അച്ഛനും അമ്മയും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പോകുമ്പോൾ ഞാനും സുനിയേട്ടനും കൂടി വെറുതെ ഒരു സവാരി നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മളും പോയതുകൊണ്ട് വൈകുന്നേരം പിന്നെ വെള്ളമൊഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും ഉണ്ടല്ലോ, അപ്പോൾ ഉണങ്ങി പോകണ്ടെന്ന് വിചാരിച്ച് വേഗം വെള്ളമൊഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയാണെങ്കിൽ കുറച്ച് ചെമ്പരത്തിയുടെ കൊമ്പ്, പിന്നെ കുഞ്ഞു കുഞ്ഞു പൂവിരുന്ന കുറച്ച് ചെടികൾ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും ചെമ്പരത്തി നടാനാട്ടോ കൂടുതൽ ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ അധികം അങ്ങനെ കെയർ ചെയ്യൊന്നും വേണ്ട, കുറച്ച് വെള്ളം കിട്ടിയാൽ മതി, അതങ്ങ് വളർന്നോളുമല്ലോ. നല്ല കളറിലുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വിരിഞ്ഞിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടി. അങ്ങനെ ഞാനിതാ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പൈപ്പാണെങ്കിൽ ജോയിൻ ചെയ്ത സ്ഥലത്തുനിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അതപ്പോൾ ഞാനൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പൈപ്പിലാണെങ്കിൽ വെള്ളം ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും അത് ജോയിൻ്റ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വന്ന് പൈപ്പൊക്കെ അടച്ചിട്ടൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അതിന് നിന്നില്ല. പിന്നെ അങ്ങനെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തൽക്കാലത്തേക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ചെടികൾക്കും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നട്ടത് കൂടുതലും ചെമ്പരത്തിയാണ് കേട്ടോ ഉള്ളത്. വെയിലാണെങ്കിൽ, രാവിലത്തെ വെയിലാണെങ്കിലും അത് കൊള്ളുമ്പോൾ നല്ലൊരു ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വീടിൻ്റെ മുന്നിലുള്ള ആ ഒരു ചെടികൾക്കാണ് കേട്ടോ ഇപ്പോൾ ഒഴിക്കുന്നത്. ഒരുപാട് ശംഖുപുഷ്പത്തിൻ്റെ ചെടികളൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷേ അത് ഈ ഒരു വെയിൽ വരുമ്പോൾ തന്നെ അതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വിത്തുണ്ടേ, അതുകൊണ്ട് വിത്തുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് മുളച്ചോളും. അപ്പോൾ വീണ്ടും മുന്നേ ഉണ്ടായ പോലെ തന്നെ ഉണ്ടായിക്കോളുവേ. അങ്ങനെ മുൻഭാഗത്തുള്ള വെള്ളമൊഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബാക്ക് സൈഡിൽ കുറച്ച് കാന്താരി അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതിന് പിന്നെ ഞാൻ പൈപ്പ് എടുത്തില്ല, ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൈപ്പൊക്കെ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഒരുപാട് സമയമാവും. അപ്പോൾ വിചാരിച്ച് ഏതായാലും ബക്കറ്റ് എടുത്ത് ഒഴിക്കാമെന്നേ. ഇവിടെ പിന്നെ കുറച്ച് ചെടികളേ ഉള്ളൂ, അപ്പോൾ പിന്നെ അധികം നമുക്ക് അങ്ങനെ പൈപ്പ് എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് തന്നെ ബക്കറ്റിലെടുത്ത് ഒഴിക്കാം. 2-3 കാന്താരിയുടെ ചെടി, പിന്നെ ഒരു നാരങ്ങയുടെ ചെടി, ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഇത് അതിനും വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോകാം. ഇതാണെങ്കിൽ ബെഡ്റൂമിലെ ബാത്റൂമിലുള്ള ബക്കറ്റാണ്, അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാം. വാതിലടച്ചിട്ടാട്ടാ മുറ്റത്തേക്ക് ഇറങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞ് കയറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതാ ബക്കറ്റൊക്കെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് നേരെ വീണ്ടും പുറത്തേക്ക് പറമ്പിലേക്ക് തന്നെ പോവാം കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു റോസാ ചെടി കണ്ടോ നിങ്ങൾ? ഇത് ഞാൻ ഒരുപാട് തവണ ഇതിൻ്റെ കൊമ്പൊക്കെ എടുത്ത് നട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, എന്തോ ഇതങ്ങനെ പിടിച്ച് കിട്ടുന്നേ ഇല്ലേ. അങ്ങനെ ഞാനിതാ പറമ്പിലേക്ക് അങ്ങനെ പോവാണ് കേട്ടോ. എന്താ പറമ്പിലേക്ക് തന്നെ ഇറങ്ങിയെന്ന് വെച്ചാലുണ്ടല്ലോ, സുനിയേട്ടനാണെങ്കിൽ അവിടെ നിന്ന് തേങ്ങ ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം ഒന്ന് കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. നമുക്ക് കുക്കിങ്ങിനൊക്കെ വേണ്ട വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങ ഉണക്കാൻ വേണ്ടി ഉരിച്ചെടുക്കുക കേട്ടോ ആൾ. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും ഒരാൾ കമ്പനി ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഒരു 5-8 എണ്ണമൊക്കെ ഉരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ തേങ്ങ ഉരിച്ചിട്ടുള്ള കമ്പനിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വെറുതെ അവിടെ പോയി ഇരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ലാത്തിയൊക്കെ അടിച്ചതിന് ശേഷം ഞാനിതാ പറമ്പിലേക്ക് കൂടി വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു സാധനം കണ്ടു, ഞാനത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇതായി കണ്ടില്ലേ, ഈ ഒരു ഇലയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗൂഗിൾ ലെൻസിലൊക്കെ നോക്കുമ്പോൾ ഇൻസുലിൻ പ്ലാന്റ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ഷുഗറിനൊക്കെ എടുക്കുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും ഉപയോഗത്തിന് എടുക്കുന്നതാണോ ഒന്നും അറിയില്ല കേട്ടോ. ഇൻസുലിൻ പ്ലാന്റ് എന്ന് കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഷുഗറുമായി ബന്ധപ്പെട്ട് എന്തിനെങ്കിലും എടുക്കുന്നതാണോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇലേനെ പറ്റി അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണെങ്കിൽ ഇവിടെ നിറയെ ഉണ്ട്, കണ്ടില്ലേ? ഇതൊരു ഇട പോലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്ത് മുഴുവനായിട്ടും ഈ ഒരു ചെടിയുണ്ട്. അങ്ങനെ പറമ്പിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തിരുവാതിര കൂവപ്പായസമൊക്കെ ഉണ്ടാക്കണമല്ലോ. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ ചായ മാത്രം കുടിച്ചതേ ഉള്ളൂ, അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം തന്നെ പായസം ഉണ്ടാക്കട്ടെ കേട്ടോ, എന്നാൽ വേഗം കഴിക്കാം. ഇപ്പം ഞാനിതിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ കൂവപ്പായസത്തിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ അളവൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അളവൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ.
അങ്ങനെ കൂവപ്പൊടിയൊക്കെ എടുത്ത് അതിലേക്ക് ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ ഇവിടെ ആരും അങ്ങനെ കഴിക്കൂലേ, അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി വെച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അര ഗ്ലാസ് കൂവപ്പൊടിക്ക് ഉണ്ടാക്കിയാൽ തന്നെ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം കഴിക്കേണ്ടത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിന് മുന്നേ നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം വെല്ലം ഉരുക്കിയെടുക്കാം. 2 ദിവസം അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അവരുണ്ടാകുമ്പോൾ സമയം പോകുന്നതേ അറിയില്ലേ. ഞാൻ അവരുള്ളപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അവർ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സമയം അങ്ങ് പോവും. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ 2 ദിവസം മാത്രമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്ര വലിയൊരു പോയപ്പോൾ ആ ഒരു മിസ്സിങ് കുറവാണ്. പിന്നെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിന്ന് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മിസ്സിങ് ശരിയായി വരാൻ വേണ്ടി ഒരുപാട് ദിവസം എടുക്കും കേട്ടോ. ചിലപ്പോൾ 4-5 ദിവസമൊക്കെ എടുക്കുവേ. അങ്ങനെയല്ലേ, നിങ്ങൾക്കും തോന്നാറില്ലേ അങ്ങനെ? അച്ഛനമ്മമാരൊക്കെ നമ്മുടെ കൂടെ വന്ന് ഒരുപാട് ദിവസമൊക്കെ നിന്ന് പിന്നെ അവർ പോയി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ലോൺലിനെസ് തോന്നില്ലേ? ശരിക്കും അങ്ങനെയല്ലേ? പിന്നെ അമ്മക്കാണെങ്കിൽ അമ്പലത്തിലുള്ള ജോലി ആയതുകൊണ്ട് നമുക്ക് ആരെങ്കിലും പകരമാക്കിയിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. പകരമാക്കാനാണെങ്കിൽ ആളെ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൂവപ്പായസം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്, കുറുകി വരുന്നുണ്ട്. ഇത് പിന്നെ തണുക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ച് കുറുകും. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് കുറുകിയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തണുത്ത് വരുമ്പോൾ ഒരുപാട് വല്ലാണ്ട് കുറുകിപ്പോവും. അങ്ങനെ നമ്മുടെ കൂവപ്പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു കൂവപ്പായസം. അങ്ങനെ പായസമൊക്കെ റെഡി ആയതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ലേ, കൂവപ്പായസം ഉണ്ടാക്കിയ ശേഷം വേഗം തന്നെ കുടിക്കാനുള്ള വെള്ളം അവിടെ വെച്ചു. ഞാനിപ്പോൾ ഇന്ന് തുളസിയാണ് കേട്ടോ വെള്ളത്തിലിടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാം കേട്ടോ പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. നേന്ത്രപ്പഴത്തിനൊക്കെ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്, പക്ഷേ നല്ല പഴമോട്ട് കിട്ടാനുമില്ല. നമ്മളതിൻ്റെ തോലൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു എന്താ പറയുക, ശരിക്കും അങ്ങോട്ട് മൂക്കാത്ത പോലെയോ അങ്ങനെ എന്തൊക്കെയോ തോന്നാറുണ്ട് കേട്ടോ. വലിയൊരു ടേസ്റ്റോ മധുരമോ ഒന്നും ഉണ്ടാവില്ലേ, എന്നാലും കഴിക്കാമെന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ പായസത്തിൻ്റെ കൂടെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു പഴം പുഴുങ്ങുന്നത്. ഇല്ലെങ്കിൽ പഴം അങ്ങനെ കഴിക്കുന്നത് കുറവാണേ. അങ്ങനെ നമ്മൾ പഴവും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം കുറച്ചെടുത്ത് തണിയാൻ വേണ്ടി വെക്കാം. എന്നാലും നല്ല വിശപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് വേഗം തണിയാൻ വെക്കാം. അങ്ങനെ പഴമൊക്കെ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേഗം കഴിക്കാൻ നോക്കാം അല്ലേ. ഇനി കൂവപ്പായസം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണേ. അതിന് വേണ്ടിയുള്ള പാത്രമൊക്കെ ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴേക്കും തേങ്ങയൊക്കെ ഉരിച്ച് സുനിയേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഭക്ഷണം കഴിക്കാൻ നോക്കാം. അങ്ങനെ പായസമൊക്കെ പാത്രത്തിലാക്കി ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേഗം അത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇപ്പോൾ പായസം, പിന്നെ പഴം പുഴുങ്ങിയത്, പിന്നെ വേണമെങ്കിൽ പപ്പടം എടുക്കാം കേട്ടോ. നല്ല രസമല്ലേ പപ്പടവും ഈ ഒരു പായസം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണേ. അപ്പോൾ സുനിയേട്ടനാണെങ്കിൽ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പായസവും പഴവും പപ്പടവും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. പായസം വിളമ്പിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പുഴുങ്ങിയ പഴം എടുക്കണം. അങ്ങനെ ഇതാ പഴം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാനുള്ളത് എന്താ, ഒരു പപ്പടം എടുക്കണം അല്ലേ. അപ്പോൾ പപ്പടം ഇതാ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ, അത്രയ്ക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു പപ്പടത്തിൻ്റെ ആ ഒരു ഉപ്പും ഒക്കെ വരുമ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതാ പാത്രം കഴുകൽ പരിപാടിയാണ്. അത്രയ്ക്കൊന്നുമില്ല, കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ. ആ ഒരു പായസമാക്കിയതും പിന്നെ നമ്മൾ കഴിച്ച ഒരു പ്ലേറ്റും. അതാണെങ്കിൽ സുനിയേട്ടൻ കഴിച്ച പ്ലേറ്റ് ആളെന്നെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കഴിച്ച ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു നോൺ സ്റ്റിക്കൊക്കെ കഴുകുമ്പോണ്ടല്ലോ ഞാൻ ഈ ഒരു മഞ്ഞ സ്ക്രബ്ബറാണ് എടുക്കാറ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്കെല്ലാം ഈ ഒരു മഞ്ഞ എടുത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പാത്രങ്ങളെ അങ്ങനെ കേട് വരുത്തൂല കേട്ടോ, കുറേ നാളിരിക്കുവേ. നമ്മൾ ഈ ഒരു പച്ച സ്ക്രബ്ബറൊക്കെ വെച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോട്ടിങ് പെട്ടെന്ന് പോകും കേട്ടോ. ഇതാകുമ്പോൾ അങ്ങനെ പോവില്ല കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാവിലെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ
ഡൈനിങ് ടേബിളിലുണ്ടായിരുന്ന ബാക്കി ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി കുറച്ച് കുത്തിയ ഗോതമ്പും കുറച്ച് ചെറുപയറും കൂടി പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അത് കൂട്ടി കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ഞാനിതാ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗോതമ്പും ചെറുപയറൊക്കെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കതൊരു 3-4 വിസിൽ, എങ്ങനെയായാലും ഒരു 5 വിസിലൊക്കെ വരേണ്ടി വരും തോന്നുന്നുണ്ട്, ഗോതമ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സിനിമ കാണാമെന്ന് വിചാരിച്ച് സൂക്ഷ്മദർശിനി വന്നിട്ടുണ്ടായിരുന്നല്ലോ OTT-യിൽ, അത് കാണുമായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ ഞാനത് വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോകാൻ വേണ്ടി ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനതൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമേ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ലൂസാക്കുന്നില്ല, കുറച്ച് തിക്കായിട്ടുള്ളതാണ് കേട്ടോ. കുടിക്കാൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ അടപ്പൊക്കെ ഇട്ട് നല്ലോണം അടച്ച് വെക്കാം. എന്താണെന്ന് വെച്ചാൽ കഴിക്കാനായിട്ടില്ലല്ലോ, അപ്പോഴേക്കും ഇല്ലെങ്കിൽ തണുത്ത് പോവും. അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ലോണം അടപ്പൊക്കെ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ ഉള്ളത് നമ്മളെ പതിവ് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് കുക്കിംഗ് കുറവായതുകൊണ്ട് ഒരുപാട് അങ്ങനെ പൊടിയോ അങ്ങനെയുള്ളതൊന്നും ആയിട്ടില്ലേ. അങ്ങനെ അതുകൊണ്ട് വെറുതെ ഒന്ന് തുടച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം മൂവി ബാക്കി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി മൂവിയൊക്കെ കണ്ട് നമ്മൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. സുനിയേട്ടനാണെങ്കിൽ ചോറുണ്ട്, പിന്നെ പരിപ്പ് കറി, പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ തക്കാളി കറിയും ഉണ്ടായിരുന്നു കേട്ടോ ചോറിന് കൂട്ടാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.